വെൽക്കം ടു പ്ലസ് ഓർ മൈനസ്. ദിസ് ഇസ് ചാന്ദിനി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംഖ്യകളെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ സംഖ്യകളാണ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് സംഖ്യകളിനെ അവയുടെ സ്വഭാവം അനുസരിച്ചിട്ട് അവയുടെ പ്രത്യേക ഗുണം അനുസരിച്ചിട്ട് ഏതൊക്കെ വിഭാഗങ്ങളാക്കിയിട്ട് തിരിക്കാം എന്നുള്ളത് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് അഭാജ്യ സംഖ്യ. അതിനെക്കുറിച്ചിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിൽ നോക്കാം. ഒന്നാമത്തെ നോക്കൂ, ഇരട്ട സംഖ്യ അല്ലെങ്കിൽ ഈവൻ നമ്പർ. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഗുണിതമായിട്ട് എഴുതാനായിട്ട് കഴിയുന്ന സംഖ്യകളാണ് നമ്മൾ ഇരട്ട സംഖ്യ എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ഇരട്ട സംഖ്യ ഏതായിരിക്കും? 2 അല്ലേ. ഏറ്റവും ചെറിയ രണ്ടിൻ്റെ ഗുണിതം 2 അല്ലേ. നെക്സ്റ്റ് 4, 6, 8 ഇങ്ങനെ പോവും. അതായത് രണ്ടിൻ്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന എല്ലാ സംഖ്യകളെയും നമ്മൾ ഇരട്ട സംഖ്യ എന്ന് പറയും. അപ്പോൾ ഒരു ചോദ്യം വരാം, ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ഏതാണ്? 2 ആണ്. അടുത്തത് എന്താ? ഒറ്റ സംഖ്യ, ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഒറ്റ സംഖ്യ എന്തായിരിക്കും? ഇരട്ട സംഖ്യ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒറ്റ സംഖ്യ എന്തായിരിക്കും? 2 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തത് അല്ലേ. അപ്പോൾ ഏതാണ് ആദ്യത്തെ ഒറ്റ സംഖ്യ? 1, പിന്നെ 3, 5 അങ്ങനെ പോവും. അതായത് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നവയെ ഇരട്ട സംഖ്യകൾ എന്ന് പറയും. അല്ലാത്തതിനെ, അതായത് 2 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തതിനെ ഒറ്റ സംഖ്യ എന്നും പറയുന്നു. ഇനി അടുത്തത് നോക്കൂ, പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ. ഇതിനെ സമ്പൂർണ്ണ സംഖ്യ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഖ്യയുടെ ഘടകങ്ങളായിട്ട് വരുന്ന സംഖ്യകളുടെ തുകയും എന്തായിരിക്കും? ആ സംഖ്യ തന്നെ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. 28ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 2 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ. 2 പിന്നെയോ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ. പിന്നെയോ 7 അല്ലേ. പിന്നെയോ 28നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 14 അല്ലേ. ഇത്രയാണ് അപ്പോൾ 28ൻ്റെ ഘടകങ്ങൾ. അപ്പോൾ ഈ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 28. അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരിപൂർണ സംഖ്യ. നോക്കൂ, 1 2 3 3 4 7 7 7 14 14 14 28 അല്ലേ. ഈ സംഖ്യ തന്നെയല്ലേ കിട്ടുന്നത്. ഒരു സംഖ്യ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഘടകങ്ങളുടെ തുകയും എന്ത് തന്നെ ആയിരിക്കണം? ആ സംഖ്യ തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ള സംഖ്യകളാണ് പരിപൂർണ സംഖ്യ. അപ്പോൾ ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ഏതാണെന്നറിയോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. 6 നോക്കിയേ, 6ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 2 3 അല്ലേ. അപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 6. അപ്പോൾ ഇതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? 6 28 അങ്ങനെ കുറേ എക്സാമ്പിൾ ഉണ്ട്. അടുത്തത് നോക്കൂ, ഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ. ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. എന്താണ്? വിഭജിക്കാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ ഭാജ്യസംഖ്യ എന്ന് പറയാം. അതായത് ഒന്നോ ആ സംഖ്യയോ കൂടാതെ വേറെയും ഘടകങ്ങളുള്ള, അതായത് വേറെയും സംഖ്യകളുകൊണ്ട് ആ സംഖ്യനെ ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സംഖ്യനെയാണ് നമ്മൾ എന്ത് പറയുക? ഭാജ്യസംഖ്യ. അപ്പോൾ നമുക്ക് നോക്കാം. 1 1 തന്നെ ഘടകമുള്ളൂ അല്ലേ. നെക്സ്റ്റ് 2 2 ഏതൊക്കെ ഘടകങ്ങൾ വരുന്നത്? 1 2 അതായത് 1 ആ സംഖ്യയും. അപ്പോൾ 2 ഭാജ്യസംഖ്യയാണോ? അല്ല. 3 3ൻ്റെ ഘടകങ്ങൾ 1 3 അപ്പോൾ അത് ഭാജ്യസംഖ്യയാണോ? അല്ല. കാരണം ആ സംഖ്യയും 1 തന്നെയാണ് അത് 3നും വരുന്നുള്ളൂ അല്ലേ. നെക്സ്റ്റ് 4 4ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 2 4 അപ്പോൾ 1ഉം 4ഉം കൂടാതെ അതിനൊരു ഘടകം കൂടെ വരുന്നുണ്ട് 2 അല്ലേ. അപ്പോൾ അതെന്താണ്? ഭാജ്യസംഖ്യയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 4. പിന്നെയോ 6 വരുന്നുണ്ട്, 8 വരുന്നുണ്ട്, 10 വരുന്നുണ്ട്, 12 വരുന്നുണ്ട്, 9 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അഭാജ്യസംഖ്യ എന്തായിരിക്കും? ഒന്നോ ആ സംഖ്യയോ അല്ലാണ്ട് വേറെ അതിന് ഘടകങ്ങൾ ഉണ്ടായിരിക്കില്ല. ഭാജ്യസംഖ്യ ഒന്നോ ആ സംഖ്യയോ അല്ലാണ്ട് വേറെ സംഖ്യകളെ കൊണ്ട് അതിനെ ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അഭാജ്യസംഖ്യ എന്താ? ഒന്നോ ആ സംഖ്യ അല്ലാണ്ട് വേറൊരു ഘടകവും ആ സംഖ്യയ്ക്ക് ഉണ്ടായിരിക്കില്ല. അതിനെയാണ് നമ്മളപ്പോൾ എന്ത് പറയുക? അഭാജ്യസംഖ്യ. അപ്പോൾ എക്സാമ്പിൾ ഏതാ വരുന്നത്? 2 പിന്നെ 3 5 7. അപ്പോൾ നോക്കൂ, അഭാജ്യസംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ സംഖ്യയ്ക്ക് ഒന്നോ ആ സംഖ്യ അല്ലാണ്ട് വേറെ ഘടകങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് അല്ലേ. അപ്പോൾ നോക്കൂ, ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഏതാണ്? 2 അല്ലേ. അത് മാത്രമല്ല, ഇരട്ടസംഖ്യയായ ഒരേ ഒരു അഭാജ്യസംഖ്യ ഏതാണ്?
2 ബാക്കിയെല്ലാം ഒറ്റ സംഖ്യകളായിരിക്കും. അടുത്തത് നോക്കൂ, പരസ്പര അഭാജ്യങ്ങൾ അല്ലെങ്കിൽ കോപ്രൈംസ്. ആ പേരിൽ തന്നെയുണ്ട്, പരസ്പരം അഭാജ്യങ്ങളാണ് ആ സംഖ്യകൾ. അതായത് 2 സംഖ്യകൾ, അവയ്ക്ക് പൊതുവായിട്ടുള്ള ഘടകം എന്ത് മാത്രമേ ഉണ്ടാവൂ? 1 മാത്രമേ ഉണ്ടാവൂ. അതായത് ആ 2 സംഖ്യകൾക്കും പൊതുവായിട്ട് വേറെ ഒരു ഘടകവും ഉണ്ടാവില്ല, 1 ഒഴികെ വേറെ ഒരു ഘടകവും ഉണ്ടാവില്ല. എക്സാമ്പിൾ നോക്കിയേ, 3ഉം 5ഉം. ഇതിന് കോമൺ ആയിട്ട് എന്തേ ഉള്ളൂ? ഇതിൻ്റെ പൊതുഘടകം എന്താ? 1 മാത്രമാണ് അല്ലേ? വേറൊരു സംഖ്യ കൊണ്ടും ഈ 2 പൊതുവായിട്ട് ഹരിക്കാനായിട്ട് പറ്റില്ല. വേറെ ഏതാ വരുന്നത്? 2ഉം 7ഉം. ഇവിടെ നോക്കൂ, പൊതുവായിട്ട് ഏതാ വരുന്നത്? 1 വരുന്നുള്ളൂ അല്ലേ? 1 കൊണ്ട് മാത്രമേ ഈ 2 ഹരിക്കാനായിട്ട് പറ്റുള്ളൂ. വേറെ ഒരു സംഖ്യ കൊണ്ടും ഈ 2 പൊതുവായിട്ട് നമുക്ക് ഹരിക്കാനായിട്ട് കഴിയില്ല. പിന്നെ നോക്കൂ, 11ഉം 3ഉം. ഈ ഗ്രൂപ്പ് നോക്കൂ, ഇതിൽ പൊതുവായിട്ട് ഏതേ വരുന്നുള്ളൂ? 1 വരുന്നുള്ളൂ. ഇങ്ങനെയുള്ള സംഖ്യകളാണ് നമ്മൾ എന്ത് പറയുക? പരസ്പരം അഭാജ്യങ്ങൾ. അവ പരസ്പരം എന്തായിരിക്കും? അഭാജ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ കോപ്രൈംസ്. അപ്പോൾ എന്താണെന്ന് ഒന്നുകൂടെ നോക്കൂ. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ. ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? 2 കൊണ്ട് ഹരിക്കാൻ പറ്റാത്ത സംഖ്യകൾ. പരിപൂർണ്ണ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടുക? ആ സംഖ്യ തന്നെ കിട്ടുക. ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യയോ ഒന്നോ കൂടാണ്ട് അതിന് വേറെയും ഘടകങ്ങൾ ഉണ്ടായിരിക്കും, വിഭജിക്കാൻ പറ്റും. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യനെ വീണ്ടും ഘടകങ്ങളാക്കാൻ പറ്റില്ല. അതായത് ഒന്നോ ആ സംഖ്യയോ അല്ലാണ്ട് വേറൊരു ഘടകവും ആ സംഖ്യകൾക്ക് ഉണ്ടായിരിക്കില്ല. പരസ്പര അഭാജ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അവ വിഭജിക്കാൻ പറ്റാത്തായിരിക്കും. അതായത് ആ 2 കൂടെ പൊതുഘടകം ഉണ്ടാവില്ല. ഒന്നല്ലാതെ വേറൊരു ഘടകവും ആ 2 സംഖ്യകൾക്കും കോമൺ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PSC എക്സാംസിന് അത് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. നോക്കൂ, ആദ്യം 1 മുതൽ 10 വരെ ഏതൊക്കെയുണ്ട്? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഉണ്ട് അല്ലേ? 2. പിന്നെ നെക്സ്റ്റ് ഏതാ? 3. പിന്നെ അടുത്ത ഏതാ വരുന്നത്? 5, 7, 9 വരുന്നുണ്ടോ? ഇല്ല, 9 3ൻ്റെ ഗുണിതാണ് അല്ലേ? അപ്പോൾ നമുക്കതില്ല. അടുത്തത് 10ൻ്റെ 20ൻ്റെ ഇടയിൽ ഏതൊക്കെയാണ് വരുന്നത്? 11, 13, പിന്നെ 15 വരുന്നുണ്ടോ? ഇല്ല, 5ൻ്റെ ഗുണിതാണ് അല്ലേ? 17, 19. ഇനി 20ൻ്റെയും 30ൻ്റെ ഇടയിൽ ഏതൊക്കെയാണ് വരുന്നത്? 21 7ൻ്റെയും 3ൻ്റെയും ഗുണിതല്ലേ? 22 ഇരട്ട സംഖ്യയാണ്. 23, 25 5ൻ്റെ ഗുണിതാണ്. 27 3 കൊണ്ടും 9 കൊണ്ടും ഗുണിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. അടുത്തത് ഏതാ വരുന്നത്? 29. 30ൻ്റെയും 40ൻ്റെ ഇടയിൽ ഏതാ വരുന്നത്? 31, 33 വരുന്നുണ്ടോ? 3ൻ്റെയും 11ൻ്റെയും ഗുണിതാണ്, വരില്ല. അപ്പോൾ 35 വരുന്നില്ല. അടുത്തത് 37, 39 വരുന്നുണ്ടോ? ഇല്ല, 3ൻ്റെയും 9ൻ്റെയും ഗുണിതാണ് അല്ലേ? അടുത്തത് 40ൻ്റെയും 50ൻ്റെ ഇടയിൽ ഏതാ വരുന്നത്? 41, 43, 45 വരുന്നില്ല. അടുത്തത് 47, 49 വരുന്നുണ്ടോ? ഇല്ല, 7ൻ്റെ ഗുണിതാണ് അല്ലേ? ഇനി 50ൻ്റെയും 60ൻ്റെ ഇടയിൽ ഏതൊക്കെയാണ് വരുന്നത്? 51 വരുന്നുണ്ടോ? ഇല്ല, 3 കൊണ്ടും 17 കൊണ്ടും 51നെ ഹരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ 51 ഇല്ല. അടുത്തത് 53, 55 വരുന്നില്ല. നെക്സ്റ്റ് 57, 7 5 12 3 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ? അത് വരുന്നില്ല. അടുത്തത് 59, 59ന് വേറെ ഘടകമില്ല. അടുത്തത് 60നും 70നും ഇടയ്ക്ക് 61, 63 വരുന്നുണ്ടോ? ഇല്ല, 3ൻ്റെ ഗുണിതാണ്. 65 വരുന്നില്ല. അടുത്തത് 67, 69 വരുന്നുണ്ടോ? ഇല്ല, 3ൻ്റെ ഗുണിതാണ് അല്ലേ? ഇനി അടുത്തത് 70നും 80നും ഇടയ്ക്ക് 71, 73, പിന്നെ 77 വരുന്നുണ്ടോ? ഇല്ല, 7ൻ്റെയും 11ൻ്റെയും ഗുണിതാണ് അല്ലേ? 79, അതിന് വേറെ ഘടകമില്ല. അടുത്തത് 80ൻ്റെയും 90ൻ്റെയും ഇടയിൽ ഏതൊക്കെയാണ്? 81 വരുന്നുണ്ടോ? ഇല്ല, 9ൻ്റെ ഗുണിതാണ്. 83 വേറെ ഘടകമില്ല. 85 പറ്റില്ല, 5ൻ്റെ ഗുണിതാണ്. 87 പറ്റുമോ? ഇല്ല, 8 7 15 3ൻ്റെ ഗുണിതാണ് അല്ലേ? അപ്പോൾ 87 ഇല്ല. അടുത്തത് 89. ഇനി 90ൻ്റെയും 100ൻ്റെയും ഇടയ്ക്ക് ഏതൊക്കെയാണ് വരുന്നത്? 91 പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? 91 എന്ന് പറയുന്നത് 13ൻ്റെയും 7ൻ്റെയും ഗുണിതാണ് അല്ലേ? 13 × 7 എന്ത്? 91. അപ്പോൾ അത് പറ്റില്ല. അടുത്തത് 93 പറ്റുമോ? ഇല്ല, 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ അതിന്?
95 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. അടുത്തത് ഏതാ? 97. 99 ഉണ്ടോ? ഇല്ല. 9 കൊണ്ട് 11 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഇത്രയുമാണ് 1 മുതൽ 100 വരെ വരുന്ന അഭാജ്യ സംഖ്യകൾ. ഇത് ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നോക്കൂ, 1 മുതൽ 10 വരെ എത്ര അഭാജ്യ സംഖ്യ ഉണ്ട്? 1 2 3 4 4 അല്ലേ? 10 മുതൽ 20 വരെ 1 2 3 4. 20 മുതൽ 30 വരെ 2. 30 മുതൽ 40 വരെ 2. 40 മുതൽ 50 വരെ 3. 50 മുതൽ 60 വരെ 2. 68 70 2. 78 80 3. 88 90 2. 98 100 1. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ 90ൻ്റെയും 100ൻ്റെ ഇടയിൽ ആകെ ഒരൊറ്റ അഭാജ്യ സംഖ്യയുള്ള ആ സംഖ്യ 97 ആണ്. അതേപോലെ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം. കുറേ നമ്മൾ വായിച്ച് ഇത് നമ്മുടെ മനസ്സിലൊരു ചിത്രമായിട്ട് കിടക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ 1 മുതൽ 100 വരെ ആകെ എത്ര എണ്ണം ഉണ്ട്? 25 അഭാജ്യ സംഖ്യകളുണ്ട്. ഇനി 1 മുതൽ 25 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് നോക്കിക്കേ. 10 വരെ 4 എണ്ണം, 20 വരെ 4 എണ്ണം. അപ്പോൾ 4 4 8 ഇനി 20ൻ്റെയും 30ൻ്റെ ഇടയിൽ ഏതേ ഉള്ളൂ? 23 മാത്രമേ 25ൻ്റെ താഴെയുള്ളൂ. അപ്പോൾ ഒരെണ്ണം. അപ്പോൾ 8 1 9 എണ്ണം അല്ലേ? ഇനി 25നും 50നും ഇടയ്ക്ക് എത്ര എണ്ണം ഉണ്ട് നോക്കിക്കേ. 25 തൊട്ട് 50 വരെ അല്ലേ? ഇവിടെ തൊട്ട് ഇവിടെ വരെ. 25ൻ്റെ കഴിഞ്ഞിട്ട് ഏതാ ഉള്ളത്? 29 ഉണ്ട്. അപ്പോൾ ഒരെണ്ണം. 2 3 5. ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 2 3 5 1 6 എണ്ണം അല്ലേ? ഇനി 50 തൊട്ട് 75 വരെ എത്ര എണ്ണം ഉണ്ട് നോക്കിക്കേ. ഇവിടെ വരെ കഴിഞ്ഞു. 50 തൊട്ട് 60 വരെ 2. 60 മുതൽ 70 വരെ 2. 75ൻ്റെ ഇടയിൽ എത്ര ഉണ്ട്? 70ൻ്റെ 75ൻ്റെ ഇടയിൽ 71 73 2. 2 2 4 2 6 എണ്ണം അല്ലേ? ഇനി 75നും 100നും ഇടയ്ക്ക് എത്ര എണ്ണം ഉണ്ട് നോക്കിക്കേ. ഇവിടെ ഒരെണ്ണം, ഇവിടെ 2, ഇവിടെ 1. അപ്പോൾ ടോട്ടൽ 4. 9 6 15 15 6 21 4 25. 25 തന്നെയല്ലേ കിട്ടണേ? അപ്പോൾ 1 മുതൽ 100 വരെ ആകെ എത്ര എണ്ണം ഉണ്ട്? 25 എണ്ണം. 1 മുതൽ 25 വരെ 9 എണ്ണം. 25 മുതൽ 50 വരെ 6 എണ്ണം. 50 മുതൽ 75 വരെ 6 എണ്ണം. 75 മുതൽ 100 വരെ 4 എണ്ണം. 1 മുതൽ 50 വരെ അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 മുതൽ 25 വരെ 9ഉം 25 8 50 6ഉം. അപ്പോൾ 9 6 15 എണ്ണം. ഇനി 50 മുതൽ 100 വരെ എത്രയാണ് നോക്കിയേ. 50 മുതൽ 75 വരെ 6, 75 8 100 4, 6 4 10 എണ്ണം. അപ്പോൾ 1 മുതൽ 100 വരെ എത്ര? 25. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ സംഖ്യകളൊക്കെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. അതായത് ഓരോ വിഭാഗത്തിലും ഓരോ സെറ്റിലും എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്, അവ ഏതൊക്കെയാണ് ആ സെറ്റുകൾ, ഓരോ സെറ്റിൻ്റെയും നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ 1 മുതൽ 100 വരെ 1 8 10 10 8 20 28 30 അങ്ങനെ 100 വരെയുള്ള ആ സെറ്റുകളുടെ പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ പാറ്റേൺ എന്താ? 4 4 2 2 3 2 2 3 2 1. അത് ഓർത്ത് വെച്ചാൽ മതി. അതേമാതിരി 1 8 25 25 8 50 50 8 75 75 8 100 ഈ സെറ്റുകളുടെ പാറ്റേൺ എന്താ? 9 6 6 4. ഇനിയോ 1 8 9 50 8 100ൻ്റെ പാറ്റേൺ എന്താ? 15 10. പിന്നെ 1 8 100 1 മുതൽ 100 വരെ ആകെ എത്ര ഉണ്ട്? 25. അതിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 90നും 100നും ഇടയ്ക്ക് എത്ര ഉണ്ട്? ആകെ ഒരെണ്ണേ ഉള്ളൂ. അത് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താ അറിയോ? ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതൊന്നിലും ഭാജ്യസംഖ്യയല്ല, അത് അഭാജ്യസംഖ്യയല്ല. ഈ രണ്ട് കൂട്ടത്തിലും വിടാത്ത 2 സംഖ്യകളുള്ളത്. ഏതാ അറിയോ? 0 1. അത് പ്രത്യേകം ഓർക്കുക. ഈ സംഖ്യകൾ 0 1 ഭാജ്യസംഖ്യയല്ല, അഭാജ്യസംഖ്യയല്ല. അത് മറക്കരുത്. പിന്നെ ഇത് മുഴുവനും നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താ അറിയോ? അഭാജ്യ സംഖ്യകൾക്കൊരു പ്രത്യേകത ഉണ്ട്. അവ ഒരിക്കലും ഇരട്ട സംഖ്യ ആവില്ല, ഒരൊറ്റ സംഖ്യ ഒഴിച്ച്. ഏതാണ് ആ സംഖ്യ? 2. 2 ഒഴികെ ബാക്കി എല്ലാ അഭാജ്യ സംഖ്യകളും എന്തായിരിക്കും? ഒറ്റ സംഖ്യകളായിരിക്കും. ഒന്ന് നോക്കിക്കേ. കാരണം 2ൻ്റെ ഗുണിതമായിട്ട് വരുന്ന ഒരു സംഖ്യ ഇതിൽ വരില്ലല്ലോ. കാരണം അത് 2 ഘടകമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതൊരിക്കലും ഇരട്ട സംഖ്യകൾ ഒരിക്കലും എന്തല്ല?
അഭാജ്യ സംഖ്യകളല്ല. ഏതൊഴിച്ച്? 2 ഒഴിച്ച്. അപ്പോൾ ഏറ്റവും ചെറിയ ഇരട്ടസംഖ്യയായ അഭാജ്യ സംഖ്യയാണ് 2. മാറിപ്പോകരുത്. 1 3 അല്ല, ഏതാണ്? 2 ആണ്. അപ്പോൾ ഇന്നെടുത്ത ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒറ്റസംഖ്യകൾ പഠിച്ചു, ഇരട്ടസംഖ്യകൾ പഠിച്ചു, പരിപൂർണ അല്ലെങ്കിൽ സമ്പൂർണ്ണ സംഖ്യകൾ പഠിച്ചു, ഭാജ്യസംഖ്യകൾ പഠിച്ചു, അഭാജ്യ സംഖ്യകൾ പഠിച്ചു. പിന്നെയോ കോപ്രൈംസ് അല്ലെങ്കിൽ പരസ്പരം അഭാജ്യങ്ങളായിട്ടുള്ള സംഖ്യകളെക്കുറിച്ച് പഠിച്ചു അല്ലേ. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അഭാജ്യകൾ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോപ്പിക്ക്. ഈ ഒരു പാറ്റേൺ, അതായത് 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ആ ഓരോ സെറ്റിലും എത്രത്തോളം വരുന്നുണ്ട്, എത്ര അഭാജ്യ സംഖ്യകൾ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഈ ഒരു പാറ്റേൺ, അതേമാതിരി ഈ ഒരു സെറ്റിൽ വരുന്ന ഈ 9 6 6 4 എന്നുള്ള പാറ്റേൺ, അതേമാതിരി ഈ പാറ്റേൺ, ഇതെല്ലാം ആകെ എത്രയാണ്? 25. 1 മുതൽ 100 വരെ 25 പ്രൈം നമ്പേഴ്സ്. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വേണം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ 2 സെക്ഷനിലായിട്ട്, ആദ്യത്തെ വീഡിയോയും ഈ സെക്ഷനായിട്ട് നമ്മൾ സംഖ്യകളെ കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടി. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഒരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനവില എന്താണ്, മുഖവില എന്താണ്, പിന്നെ യഥാർത്ഥ വില എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അതുമാത്രമല്ല, ഒരു സംഖ്യ കിട്ടിയാൽ നമ്മൾ അതിൽ ചെയ്യേണ്ടത് എന്താ? ക്രിയകൾ അല്ലേ. ആ ക്രിയകൾ എന്തൊക്കെ, ഏതൊക്കെ, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.